തിരുവനന്തപുരത്ത് നടനും ബി.ജെ.പി. നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകളുടെ കടയിൽ 3 ജീവനക്കാർ സാമ്പത്തിക തിരിമറി നടത്തിയെന്ന് ഉറപ്പിച്ചു പോലീസ്. കടയിലെ 3 ജീവനക്കാരുടെ അക്കൗണ്ടിലായി ഒരു വർഷത്തിനിടെ 63 ലക്ഷം രൂപ എത്തിയതായി കണ്ടെത്തി. 2024 ജനുവരി മുതൽ കഴിഞ്ഞ മെയ് മാസം വരെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ചപ്പോഴാണ് ലക്ഷങ്ങളുടെ കൈമാറ്റം സ്ഥിരീകരിച്ചത്. ഇതിൽ ഭൂരിഭാഗം തുകയും പിൻവലിച്ചെന്നും വ്യക്തമായി. ദിയാകൃഷ്ണന്റെ ഫ്ളാറ്റിൽ നിന്നും ജീവനക്കാർ കാറിൽ കയറിപ്പോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ടു പോയെന്ന പരാതിയുടെയും മുനയൊടിയുകയാണ്. കടയിലെ ആഭരണങ്ങൾ വിറ്റുകിട്ടിയ പണം ഇവർ കൈക്കലാക്കി എന്ന കൃഷ്ണകുമാറിന്റെ മകൾ ദിയാകൃഷ്ണന്റെയും പരാതി ശരിയെന്ന നിഗമനത്തിലേക്കാണ് പോലീസ് നീങ്ങുന്നത്. എങ്കിലും അറസ്റ്റ് പോലെയുള്ള തുടർ നടപടികളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഓഡിറ്ററെ ഉപയോഗിച്ച് ബാങ്ക് ഇടപാടുകൾ വീണ്ടും പരിശോധിക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനിടെ ജീവനക്കാർ ഒളിവിൽ പോയതായി പോലീസ് സംശയിക്കുന്നുണ്ട്. ഇന്നലെ മൊഴി നൽകാൻ മ്യൂസിയം പോലീസ് പറഞ്ഞുവെങ്കിലും ഇവർ എത്തിയിട്ടില്ല. അതുപോലെ ഇവരുടെ വീട്ടിൽ പോയപ്പോഴേക്കും അവിടെയും ഇവർ ഇല്ല എന്നതാണ് അറിയുവാൻ കഴിഞ്ഞത്. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് 3 പേരും മുങ്ങിക്കാണുമോ എന്ന സംശയം പോലീസിന് ഉണ്ടാകുന്നത്. 2024 ജനുവരി മുതൽ കഴിഞ്ഞ മാസം വരെയുള്ള അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിച്ചപ്പോൾ ഇവരുടെ അക്കൗണ്ടിലേക്ക് സാധാരണയിലധികം പണം എത്തിയെന്ന് ഉറപ്പിച്ചു. 3 ജീവനക്കാർ പരസ്പരം കൈമാറിയിട്ടുണ്ട് പണം. അത് കടയിൽ നിന്ന് തട്ടിയെടുത്ത പണമാണോ എന്ന് ഇനി അറിയേണ്ടത്. ഇത് ഉറപ്പിക്കാനുള്ള വിദഗ്ധ പരിശോധനയും വിശദമായ ചോദ്യം ചെയ്യലും നടപടികളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പോലീസ്.